ഇന്നത്തെ ചിന്ത: ആത്മാവിൻ്റെ ഭരണത്തിൻ്റെ രണ്ടാം ഘട്ടം സമാധാനം. ആത്മാവിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുന്നു. സമാധാനം സാഹചര്യങ്ങൾ അനുകൂലമായതുകൊണ്ടല്ല യഥാർത്ഥ സമാധാനം വരുന്നത്. ക്രിസ്തു ഹൃദയത്തിൽ വാഴുമ്പോഴാണ് യഥാർത്ഥ സമാധാനം വെളിപ്പെടുന്നത്. ദൈവത്തിൽ നിന്ന് വരുന്ന സമാധാനം മാത്രമാണ് യഥാർത്ഥ സമാധാനമെന്ന് റോമർ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. സമാധാനം പാപത്തോട് ഒത്തുതീർത്ത് ജീവിക്കുന്ന ഹൃദയത്തിന് സമാധാനമില്ല. ദൈവസന്നിധിയിൽ തകർന്ന് മാനസാന്തരപ്പെടുന്ന ഹൃദയത്തിലാണ് ആത്മാവിൻ്റെ യഥാർത്ഥ സമാധാനമുണ്ടാകുന്നത്. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുൾ ചെയ്യുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 57-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. ലോകം നൽകുന്ന സമാധാനം താൽക്കാലികമാണ്. പാപം മറച്ചു വെച്ചാൽ അത് നിലനിൽക്കുകയില്ല. ദൈവത്തോട് സത്യസന്ധമായി മനസ്സുമാറി മാനസാന്തരപ്പെട്ടവർക്ക് മാത്രമേ യഥാർത്ഥ സമാധാനം ലഭിക്കൂ. സമാധാനം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭയപ്പെടുകയും അരുത് എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. സമാധാനം ദൈവത്തിൻ്റെ ദാനമാണ്. അത് ലോകം നൽകുന്ന സമാധാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ആശങ്കകളെയല്ല, ദൈവത്തിലുള്ള വിശ്വാസത്തെ അത് വളർത്തുന്നു. അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടെന്നറിയുമ്പോൾ ഹൃദയം നിഷ്ഫലം സമാധാനമാകുന്നു. ശാന്തരായിരിക്കുന്നതും ഞാൻ ദൈവമാണെന്ന് അറിഞ്ഞുകൊള്ളുവിനെന്നും ഞാൻ ജാതികൾക്കിടയിൽ ഉയർന്നിരിക്കുന്നു, ഭൂമിയിൽ ഞാൻ ഉയർന്നിരിക്കുന്നു എന്ന് സങ്കീർത്തനം 46-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണുന്നു. ദൈവത്തിൽ വിശ്വസിക്കൂ, പ്രാർത്ഥനയിൽ സ്ഥിരത പാലിക്കൂ, ഹൃദയത്തിൽ സമാധാനം സൂക്ഷിക്കൂ, ദൈവസന്നിധിയിൽ ജീവിക്കൂ. സമാധാനം ലോകം നൽകുന്ന സമാധാനത്തിൽ വ്യത്യാസമാണ്. അത് ഹൃദയത്തിൽ നിന്ന് വരുന്നു, ദൈവത്തിലെ വിശ്വാസത്തിൽ നിന്നുമാണ്. പ്രാർത്ഥിക്കാം, ദൈവവചനം വായിക്കാം, അവൻ്റെ വാഗ്ദത്തങ്ങളിൽ നിലകൊള്ളാം. അങ്ങനെ അവൻ നമുക്ക് യഥാർത്ഥ സമാധാനം നൽകും. സമാധാനം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. പ്രാർത്ഥിക്കാം സമാധാനത്തിനായി, വചനം വായിക്കാം, വിശ്വാസത്തിൽ നിലകൊള്ളാം. ദൈവം നൽകുന്ന സമാധാനം അനുഭവിക്കാം. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കട്ടെ. കൺക്ലൂഷൻ: സമാധാനം ദൈവത്തിൽ നിന്നാണ്. ലോകം നൽകുന്നത് താൽക്കാലികമാണ്. പ്രാർത്ഥനയിൽ സമാധാനം കണ്ടെത്തുക. എല്ലാ ആശങ്കകളും ദൈവത്തോട് വയ്ക്കുക. ദൈവവചനം നമ്മുടെ ഹൃദയത്തെ ശാന്തമാക്കുന്നു. വചനം നമ്മുടെ വഴി കാണിക്കും. മറ്റുള്ളവരുമായി സമാധാനത്തിൽ ജീവിക്കുക. ക്ഷമിക്കുക, സ്നേഹിക്കുക, സഹകരിക്കുക, സമാധാനം പങ്കുവയ്ക്കുക. നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് സമാധാനം